നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. മെയ് മാസം 27-ാം തീയതി. എന്താണെന്നറിയോ? ഏകാദശിയാണ്. അത് പുരുഷോത്തമ മാസത്തിലെ ഏകാദശിയാണ്. പത്മിനി ഏകാദശി എന്ന് പറയും. അപ്പോൾ ഈ ഏകാദശിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷോത്തമ മാസത്തെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു അധിക മാസമാണ്. സാധാരണ സോളാർ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ അത് നമുക്കൊക്കെ 365 ദിവസമാണ് ഒരു വർഷം. പക്ഷെ ലൂണാർ കലണ്ടർ പ്രകാരം നോക്കുന്നവർക്ക് 354 ദിവസമേ ഉള്ളൂ ഒരു വർഷത്തിൽ. അപ്പോൾ ഒരു 11 ദിവസം അവർക്ക് എക്സ്ട്രാ വരും. അതൊരു 3 വർഷം കൂടുമ്പോൾ 11, 11, 11, 33 ദിവസങ്ങളാവും. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു മാസം ഉണ്ടാക്കുക. അതാണ് അധിക മാസം. ആ അധിക മാസത്തിനെയാണ് പുരുഷോത്തമ മാസം എന്ന് പറയുക. ആ മാസത്തിൽ വരുന്ന ഏകാദശിയാണ് പത്മിനി ഏകാദശി. അതാണ് നാളെ വരുന്നത് കേട്ടോ. സാധാരണ വൈശാഖ മാസം എപ്രകാരമാണോ അത്രയും വിശേഷപ്പെട്ട മാസമാണ് പുരുഷോത്തമ മാസം. അപ്പോൾ ആ മാസത്തിൽ വരുന്ന ഒരു ഏകാദശിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അത്രയും പ്രത്യേകതകളുള്ള ഒരു ഏകാദശി തന്നെയാണ്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും നോൽക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. സാധാരണ ഏകാദശിയൊക്കെ നോൽക്കുമ്പോൾ നമ്മൾ മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട്, പാപങ്ങളൊക്കെ പോയിട്ട് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ലൗകികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടെ ഈ ഒരു ഏകാദശി വ്രതം നോൽക്കാറുണ്ട്. ആത്മീയമായ പുരോഗതിക്ക്, കീർത്തി, പ്രശസ്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പുത്രഭാഗ്യത്തിനായിട്ട്, ദാമ്പത്യ ഐക്യത്തിനായിട്ട്, ദാമ്പത്യ സൗഖ്യത്തിനൊക്കെ ആയിട്ട് ഈ ഒരു പത്മിനി ഏകാദശി നോൽക്കുന്നത് വളരെ വളരെ വിശേഷമാണ് കേട്ടോ. അത് ഈ ഒരു അധിക മാസത്തെ ആയതുകൊണ്ടാണ്, ഈ ഒരു പുരുഷോത്തമ മാസത്തിലായതുകൊണ്ട്. ഏകാദശിക്ക് എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, എന്നാലും കുറച്ചും കൂടെ പ്രാധാന്യം വരുന്നത് ഈ പുരുഷോത്തമ മാസത്തിലായതുകൊണ്ടാണ് കേട്ടോ. അതായത് 3 വർഷം കൂടുമ്പോഴേ വരുള്ളൂ പുരുഷോത്തമ മാസം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാസത്തിൽ വരുന്ന ഏകാദശി, അതാണ് പത്മിനി ഏകാദശി. അപ്പം സാധിക്കുന്ന എല്ലാവരും നോൽക്കണം കേട്ടോ. ഇപ്പോൾ ഇന്നും നാളെ ആയിട്ടാണ് കലണ്ടറിൽ നോക്കുമ്പോൾ ഏകാദശി തിഥി കാണിക്കുക. പക്ഷെ നാളെയാണ് വ്രതം എടുക്കേണ്ടത്. അതായത് ഇന്നിപ്പോൾ ദശമി തൊട്ടിട്ടുള്ള ഏകാദശിയാണ്, നമ്മളത് നോൽക്കാറില്ല. ദ്വാദശി തൊട്ടിട്ടുള്ള ഏകാദശിയാണ് എപ്പോഴും നോൽക്കാറുള്ളത്. അപ്പോൾ നാളെയാണ് വ്രതം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വ്രതം എടുക്കുന്ന രീതികളും ഒന്ന് വേഗത്തിൽ പറയാം. കാരണം ഇത് പലർക്കും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറയണത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയൊന്നും കഴിക്കരുതെന്നാണ് പറയാം. തീരെ പറ്റാത്തവരുണ്ടായിരിക്കും നിർബന്ധമായിട്ടും. അങ്ങനെയുള്ളവർക്ക് പാലോ പഴമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. എന്നിട്ട് നാളെ ഏകാദശിയുടെ അന്ന്, വ്രതം എടുക്കുന്ന അന്ന് രാവിലെ നേരത്തെ എണീച്ച് കുളിച്ചിട്ട് ക്ഷേത്രത്തിലൊക്കെ പോകാനൊക്കെ സാധിക്കുമെങ്കിൽ പോകുക കേട്ടോ. തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കാം. പൂർണ്ണമായിട്ടുള്ള ഉപവാസം, ഭക്ഷണമൊന്നും കഴിക്കാതെ നോൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയാം. അത് പറ്റാത്തവരുണ്ടായിരിക്കും, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നവർ, പ്രായമുള്ളവർ, പിന്നെ ചെറിയ കുട്ടികൾക്ക്, അവർക്കൊന്നും അങ്ങനെ തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർ എങ്ങനെയാണോ അവർക്ക് സാധിക്കുന്നത് അതേപോലെ നോക്കുക. പിന്നെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അരിഭക്ഷണം ഒഴിവാക്കുക കേട്ടോ. ഗോതമ്പ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. അതും ലഘുവായിട്ട് കഴിക്കാനേ പാടുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിലൊക്കെ പോകുക. വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും പോകാം. അവിടെ അവർക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളാണെങ്കിൽ പാൽപ്പായസം, അങ്ങനെ അവിടെ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ കൊടുക്കുക, വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ എന്താണ്? ഭഗവാനെ സേവിക്കുക. ഏറ്റവും പ്രധാനം ഭഗവാനോട് കൂടെ ആയിരിക്കുക. അതായത് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈ ഒരു ദിവസം ചിലവഴിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഏകാദശി നോൽക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച 28-ാം തീയതിയാണ് പാരണ വിടേണ്ടത് കേട്ടോ. അതും ഇതുപോലെ രാവിലെ 5:25 മുതൽ 7:56 വരെയുള്ള സമയങ്ങളിലാണ് പാരണ വിടുന്നത്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വരാട്ടോ. അതറിയാതെ സംഭവിച്ചു പോയതിലൊന്നും ആരും വിഷമിക്കരുത്. നമ്മൾ ഏകാദശി വ്രതം നോൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അതാണ് പാരണ വിടുന്ന സമയം. പിന്നെ ഹരിവാസര സമയം കൂടി ഉണ്ട്. അത് 27-ാം തീയതിയാണ് കേട്ടോ. അർദ്ധരാത്രി 12:45 തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 12:45 വരെയുള്ള 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം. അപ്പം എന്താണ്? ആ സമയത്ത് ഭഗവാനെ സേവിച്ചിരിക്കുക. അതായത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാകുന്ന ഒരു സമയമാണെന്നാണ് പറയുക. അപ്പം നമുക്ക് ഏറ്റവും നന്നായി തന്നെ ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ 2 സമയങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. സാധിക്കുന്ന എല്ലാവരും ഏകാദശി വ്രതമൊക്കെ നോൽക്കുക കേട്ടോ.
പിന്നെ ഈ 2 ദിവസങ്ങളിലും ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും ഉച്ചയുറക്കമൊന്നും പാടില്ല, പകലുറക്കം പാടില്ല എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ദ്വാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും രാത്രി ഒന്നും കഴിക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ. ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ ശരീരത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമല്ല ഭഗവാനെ സേവിക്കേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനോ നമുക്ക് ആ സന്തോഷപൂർവ്വം അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരം അനുവദിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെയൊന്നും ഭഗവാൻ പറയുന്നില്ല കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ അനുഷ്ഠിക്കാം. അതാണ്, നമുക്ക് അനുഷ്ഠിക്കാനുള്ള ഒരു മനസ്സുണ്ട്, ഭഗവാനെ സേവിക്കാനുള്ള ഒരു മനസ്സുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഭാവം, അതാണ് ഭഗവാൻ നോക്കുക. എന്നിട്ട് ഏകാദശി ഭഗവാനെ, നമ്മൾ നോറ്റ ഏകാദശി ഭഗവാനെ സമർപ്പിക്കുക, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം അതൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പം സാധിക്കുന്ന എല്ലാവരും ഏകാദശി നോൽക്കുക. പീരീഡ്സ് ആയ സമയത്ത് പോലും വ്രതമൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ പൂജകൾ ചെയ്യാനോ ഇപ്പോൾ തീർത്ഥം സേവിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഭഗവാനെ സേവിക്കാൻ, നാമം ജപിക്കാനായിട്ട് യാതൊരുവിധ മുടക്കുമില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കും നാമം ജപിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഏകാദശിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം നോൽക്കുക. അപ്പോൾ ഏകാദശിയൊക്കെ എല്ലാവരും നോൽക്കുക. നമുക്കിനി അലങ്കാരം കൂടെ പറയാം കേട്ടോ. ഇന്നലെ ഭഗവാന്റെ അലങ്കാരം എന്ത് ഭംഗിയാണെന്നറിയോ ഭഗവാനെ കാണാനായിട്ട്. ഒരു കുഞ്ഞുണ്ണി, 1 വയസ്സൊന്നും ഇല്ല കേട്ടോ. കാരണം ഇങ്ങനെ ഇരിക്കുക ശ്രീലകത്ത്. നമ്മൾ ചെറിയ കുട്ടികളിങ്ങനെ ഒന്നിങ്ങനെ ഉറപ്പിച്ചിരിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത്രയ്ക്ക് എത്തിയിട്ടുള്ളൂ. ചിലപ്പോൾ ഒന്ന് പിന്നിലേക്ക് മറിഞ്ഞു വീഴും. അങ്ങനെ ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അത്രയും ചെറിയ ഉണ്ണിയായിട്ടിരിക്കുന്നത്. കയ്യിൽ വെണ്ണൂറിലൊക്കെ പിടിച്ചിട്ടുണ്ട് കൂടെ ഒരു കുഞ്ഞു വെണ്ണൂറില, കുഞ്ഞു കൈകൾ, കുഞ്ഞു കാലുകൾ, കുഞ്ഞു രൂപം. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് കാണുമ്പോൾ ആ ഒരു വാത്സല്യമൊക്കെ തോന്നും. നമുക്ക് ചിരി വരും ഭഗവാനെ കാണുമ്പോൾ, സന്തോഷം കൊണ്ട് ഒരു പുഞ്ചിരി മുഖത്ത് വരും. അത്ര ഭംഗിയിലാണ് ഭഗവാനെ ഇന്നലെ ചാർത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു പൊന്നുണ്ണി കൃഷ്ണൻ, അങ്ങനെ തന്നെ വേണം ഭഗവാനെ കാണുമ്പോൾ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. അത്രയധികം സന്തോഷം തോന്നി ഭഗവാന്റെ കുഞ്ഞു രൂപം കണ്ടപ്പോൾ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഭഗവാനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ 3 തിരുമുടി മാലകളുണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ളത് തെച്ചി, തുളസി, നന്ദ്യാർവട്ടം കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേൽ നന്ദ്യാർവട്ടം ഉണ്ട്, കുറച്ച് തുളസി ഉണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ തെച്ചിയുണ്ട്, കുറച്ച് നന്ദ്യാർവട്ടം ഉണ്ട്. 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്ത് ചേർന്ന് കിടക്കുന്നത് താമര തുളസി കോർത്തിട്ട് പിന്നെ കുറേ തെച്ചി കോർത്തിട്ടുണ്ട്. കുറച്ച് അധികം തെച്ചിയുണ്ട്. പിന്നെ താമര തുളസി അങ്ങനെയാണ്. പിന്നെ ഒരു ഉണ്ടമാല മുഴുവനായിട്ടും നല്ല പിങ്ക് താമരയുടെ ഇതിൽ കൊണ്ടാണ് കോർത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. ഭഗവാനെ കാണാനായിട്ടാണ് ഏറ്റവും ഭംഗി. പീലി തിരുമുടിയൊക്കെ ഉണ്ട്. അത് 3 പീലികൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഗോപീതിലകൊക്കെ ഉണ്ട് കേട്ടോ. കാതുകളിലും തിലകമാണ് ഇന്നലെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂർത്താഗ്രം താഴോട്ടേക്കാകുന്ന രീതിയിലാണ് തിലകങ്ങൾ കാതിൽ വെച്ചിരിക്കുന്നത്, കാതുപൂക്കൾക്ക് പകരമായിട്ട്. നല്ല പുഞ്ചിരിയുണ്ട് ഭഗവാന്റെ മുഖത്ത്. മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. കുഞ്ഞു ദേഹാണല്ലോ, ഒരു കുഞ്ഞുണ്ണിയായിട്ട് ഇരിക്കുന്നത്. വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഓടക്കുഴലും കൂടെ പിടിച്ചിട്ടാണ് കേട്ടോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണകത്തിന്റെ കുഞ്ഞൊരു ഭാഗം കാണാനുണ്ട്. കാരണം കുഞ്ഞുണ്ണിയല്ലേ, കുഞ്ഞു ദേഹല്ലേ, കുഞ്ഞു പട്ടുകോണകല്ലേ വേണ്ടോ. കാലൊക്കെ ഒരു പ്രത്യേക രീതിയിലാട്ടോ വെച്ചിട്ട് ഇരിക്കാം. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലുകളൊന്നും നല്ല ഭംഗിയിലൊന്നും വെക്കില്ലല്ലോ. ഒരു കാല് ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഒരു കാലിങ്ങനെ നീട്ടിയിട്ട് ആ രീതിയിലൊക്കെയാണ് ഇരിക്കണത്. ആ ഇരുത്തം കാണാൻ തന്നെ നല്ല കൗതുകം കേട്ടോ. നമുക്ക് എടുത്തുകൊണ്ട് പോരാൻ തോന്നും ഉണ്ണീനെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും ഇഷ്ടാവും ഇന്നലത്തെ അലങ്കാരം കണ്ടു കഴിഞ്ഞാൽ. അത് മനസ്സൊന്നും പോകുന്നില്ല, അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞുണ്ണിയായിട്ടിരിക്കുന്ന ഭഗവാനാണ്, വെണ്ണയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കുഞ്ഞാണെങ്കിലും ആ വെണ്ണയോടുള്ള പ്രിയം ഉണ്ടല്ലോ, അത് പിന്നെയും പിന്നെയും നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലത്തെ അലങ്കാരം പറഞ്ഞപ്പോഴും കയ്യിൽ വെണ്ണയുണ്ടായിരുന്നു, വെണ്ണക്കൂടായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ ദിവസവും വെണ്ണക്കൂട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ ദിവസങ്ങളിലും വെണ്ണ പിടിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ വെണ്ണയോടെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നോക്കൂ. എത്രത്തോളം വെണ്ണ ഭഗവാന് ഭക്തർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെന്ന് നോക്കൂ. എത്ര പേര് ഭഗവാന്റെ ആ വെണ്ണപ്രസാദം ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നോക്കൂ. അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ ഭക്തിയാകുന്ന വെണ്ണപ്രസാദം ലഭിക്കാനായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ തന്നെ
നൽകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആ ഉണ്ണിയായിട്ടിരിക്കുന്ന കുഞ്ഞുണ്ണിയായിട്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളും. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും. ഇനി നമുക്ക് ഗണപതിയെ കാണാനായിട്ട് പോകുക കേട്ടോ. മഞ്ഞ നിറത്തിലാണ് ഇന്നലെയും ഗണപതിക്ക് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല തിളങ്ങുന്ന മഞ്ഞ സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ളത്. കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. തുമ്പിയും ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ട് നെറ്റിയിലൊരു ചന്ദ്രകലയുണ്ട്. അങ്ങനെയാണ്. പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ നടുവിൽ ഓരോ തട്ടുകൾക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് പച്ച ഇലകൾ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ട്. അപ്പോൾ പച്ചയും ചുവപ്പും ചന്ദനവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കളറാണ് കിരീടത്തിന് മുകളിൽ ഉണ്ടായിരുന്നത്. നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഗണപതി തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ഗണപതിയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും. ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളും. ഇനി ഭഗവതീനെ കാണാനായിട്ടാണ് പോണത്. ഭഗവതിക്ക് നല്ല ചുവന്ന പട്ടിലെ സ്വർണത്തിന്റെ പ്രിന്റോട് കൂടിയിട്ടുള്ള ഡിസൈനുള്ള ഒരു ഉടയാടിയിരുന്നു. കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണ നിറത്തിലുള്ള മാലയുണ്ട്. കാതിൽ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ ഒരു കുഞ്ഞു മാലയാണ് കേട്ടോ. അതൊരു ചന്ദ്രകല രൂപത്തിലാണ്. അത് അതേപോലെ തന്നെ നെറുകിൽ വെച്ചിട്ട് അതിന് മുകളിൽ ചുവപ്പ് കുങ്കുമം കൊണ്ട് ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു കിരീടത്തിൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് ഭഗവതീനെ കാണാനൊക്കെ ആയിട്ട് കേട്ടോ. കുഞ്ഞു ദേഹമായിട്ട് ഇത് ചെറിയൊരു സ്വരൂപമൊക്കെ ആയിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെയും ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതിക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ട് പോകാം. അയ്യപ്പന് ചുവന്ന പട്ടാണ്. അതിലിങ്ങനെ സ്വർണത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊട്ടുകൾ നിറയെ പൊട്ടിങ്ങനെ വിതറിയ പോലെയാണ് കേട്ടോ. അങ്ങനെയായിരുന്നു ഉടയാട. 3 മാലകളുണ്ട്. അത് 2 നല്ല പിച്ചിമൊട്ട് പോലത്തെ മാല, 2 താഴെ ഇങ്ങനെ ഇട്ടിട്ട് ഏറ്റവും ആദ്യത്തെ മാലയിൽ ഒരു പച്ച കളറുള്ള മുത്തുകളൊക്കെ കോർത്തിട്ടുള്ള മാലയാണ് കേട്ടോ. നടുക്ക് ഒരു സ്വർണ്ണ നിറത്തിലൊരു ലോക്കറ്റ് ഉണ്ട്. അങ്ങനെയാണ് 3 മാലകൾ. കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്. നന്നായി പുഞ്ചിരിച്ചിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം അയ്യപ്പനും ചാർത്തിയിരിക്കുക. ഗണപതിയുടെ കിരീടം ചാർത്തിയില്ലേ, ഏകദേശം അതുപോലെ തന്നെ. അതായത് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ഈ മാലയുടെ ആ കല്ലുകളുടെ നിറം ഉണ്ടല്ലോ, അതേ നിറത്തിൽ തന്നെ ഒരു ഡിസൈൻ ഈ കിരീടത്തിന്റെ മുകളിലുണ്ട്. അതിന് മുകളിൽ ഒരു സ്വർണ്ണപ്പൂവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ 2 പേർക്കും കിരീടത്തിലെ പച്ച നിറമുണ്ട്. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കിരീടം ചാർത്തിയത് കാണാനായിട്ട്. അതൊരു സ്പെഷ്യൽ മാല ആയതുകൊണ്ട് ആ കഴുത്തിൽ മാല കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു അയ്യപ്പന്റെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനിയൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ജപമാല ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കേക്ക് കഴിക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ചില കേക്കിൽ എഗ്ഗൊക്കെ ചേർക്കാറുണ്ട്, ചിലത് എഗ്ലെസ് ആയിട്ടും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ പാടുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ജപമാല എന്തിനാണ് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴും കാണുന്ന കാഴ്ചയാണ്. ജപമാല ഒരു കുഞ്ഞു സഞ്ചിയിലെ അതിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട് ജപിച്ചിട്ട് ഭക്തർ പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ കാണാം. അവിടെ ഇരുന്നിട്ട് ജപിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ശരിക്കും എന്തിനാണ് ജപമാല ഉപയോഗിക്കുന്നത്? അത് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാമം ജപിക്കുന്ന സമയത്ത് എണ്ണം പിടിച്ചുകൊണ്ട് നാമം ജപിക്കണം എന്നുള്ള ഒരു പക്ഷമുണ്ട്, എണ്ണം പിടിക്കാതെയും നാമം ജപിക്കാം എന്നുള്ള മറ്റൊരു പക്ഷമുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും നാമം ജപിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് നാമം ജപിച്ചിട്ട് എണ്ണം എഴുതിയിടണം എന്നൊക്കെ പറയാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരും. അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് നാമജപം പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എണ്ണിയിടണം എന്ന് പറയുന്നത് കേട്ടോ. അത് നിർബന്ധമായിട്ട് എണ്ണി തന്നെ ചെയ്യണം എന്ന് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ചെയ്യുന്നത് നമുക്ക് വിശ്വാസം ഉറപ്പിക്കാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാവില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇത് എണ്ണി ജപിക്കുകയാണെങ്കിലും എണ്ണാതെ ജപിക്കുകയാണെങ്കിലും ഒരേ ഫലം തന്നെ ലഭിക്കാം. കാരണം ഇത് രണ്ടും ഭഗവാനും കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് സംശയം ഉണ്ടായിരിക്കും, പക്ഷെ ഭഗവാൻ ഒരു സംശയമില്ല. ഭഗവാൻ ഇതിനെല്ലാം നോക്കാനായിട്ട് ആളുകളെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. സൂര്യചന്ദ്രന്മാരുണ്ടായിരിക്കും, അഷ്ടദിക്പാലകന്മാരുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്. ഇവരെല്ലാവരും ഭഗവാന്റെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യും ഒരാൾ നാമം ജപിക്കണുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് എണ്ണി ജപിക്കുന്നതും എണ്ണാതെ ജപിക്കുന്നതും ഒരേപോലെ തന്നെയാണ്. എന്നാലും എണ്ണി ജപിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഒരു പക്ഷം ആളുകൾ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് എണ്ണി ജപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജപമാലയൊക്കെ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു പൊടിപ്പുണ്ടായിരിക്കും. അതിൻ്റെ ഇപ്പോൾ പല എണ്ണത്തിലുള്ള മണികളുള്ളതുണ്ടായിരിക്കും. ഇപ്പോൾ 1008, 108 അങ്ങനെ പലതരത്തിലുള്ള എണ്ണത്തിലുള്ള മണികളുള്ള ജപമാലകൾ ഉണ്ടായിരിക്കും. തുളസിമാലയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പളുങ്കുമാലയൊക്കെ, പണ്ടൊക്കെ പളുങ്കുമാലയായിരുന്നു. അപ്പോൾ അതൊക്കെ എണ്ണുന്ന സമയത്ത് ആ ഒരു പൊടിപ്പിൻ്റെ അവിടെ മുതലാണ് എണ്ണി തുടങ്ങുക. ഇങ്ങനെ കീഴ്പോട്ട് എണ്ണിയിട്ട് അത് തിരികെ അവിടേക്ക് എത്തുമ്പോൾ എത്ര മണികളുള്ള ജപമാലയാണോ അത്രയും നാമം ജപിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് പറയുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപിക്കുന്ന സമയത്ത് ഇത് നിലത്ത് മുട്ടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു സഞ്ചിയിലൊക്കെ ഇടുന്നത്. പിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ജപിക്കണം എന്നാണ് പറയുക. ഈ മഹർഷിമാരൊക്കെ കണ്ടിട്ടില്ലേ, അവർ തപസ് ചെയ്യുന്ന സമയത്ത് ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമകളിൽ അല്ലെങ്കിൽ ഈ ചിത്രകഥകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ദണ്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ച് അതിലിങ്ങനെ താങ്ങി വെച്ചിട്ടാണ് ജപിച്ചുകൊണ്ടിരിക്കുക. കാരണം നിലത്ത് മുട്ടാനായിട്ട് പാടില്ല. അപ്പം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എണ്ണാൻ വേണ്ടിയിട്ടാണല്ലോ എടുക്കുന്നത്. അത് ചിലർ ജപമാല എടുക്കണു, ചിലർ എന്ത് ചെയ്യണു, ടാലി കൗണ്ടർ എടുക്കണം. അതൊരു കൃത്യമായിട്ട് അതിൻ്റെ എണ്ണമൊക്കെ കാണും. അത് കുറച്ചും കൂടെ ഈസിയാണ്. നമുക്കതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിലെ എണ്ണം കാണിക്കും. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും എണ്ണാൻ വേണ്ടിയിട്ടാണ് ജപമാല ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായിട്ട് ശരിക്കും ഈ ജപമാലയൊക്കെ ഉപയോഗിക്കുന്ന സമയത്തെ വൃന്ദാവനത്തിലൊക്കെ പോയിട്ട് അവിടെയുള്ള ഗുരുനാഥരുടെ അടുത്ത് നിന്ന് ദീക്ഷയൊക്കെ ലഭിച്ചിട്ട് വേണം ചെയ്യാനായിട്ടെന്നാണ് ഞാൻ പറഞ്ഞ അങ്ങനെ കേട്ടിരിക്കണം കേട്ടോ. എൻ്റെ ഗുരുനാഥയാണെങ്കിൽ അങ്ങനെ ദീക്ഷ എടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തരും. ഈ ഇപ്പോൾ കേക്കിൻ്റെ കാര്യമാണെങ്കിലും അത് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആ ഒരു ചിട്ടയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് കഴിക്കരുതെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും അല്ലാതെയും ജപമാലയൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. ശരിക്കും ഒരു ഉപദേശം സ്വീകരിച്ചിട്ട് വേണം അത് ചെയ്യാമെന്നാണ് കേട്ടിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും ജപിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യത്തിൽ, അതായത് ഭഗവാന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാമം ജപിക്കൽ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ജപമാല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടായിരിക്കും. നമ്മുടെ ഈ ചാനൽ കാണുന്നവർ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ചൂടായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കും ഒപ്പം ഇത് കാണുന്നവർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ജപമാലയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. ഇനി പത്മാവതി എന്നൊരമ്മ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് കുറേ നാളുകളായി ഭഗവാന്റെ ശിവേലിയൊക്കെ കണ്ടിട്ട്, കുറേ നാളായി ദീപാരാധനയൊക്കെ കണ്ടിട്ട്, മുൻപ് സ്ഥിരമായിട്ട് ഇത് രണ്ടും നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ലൈവായിട്ടും കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് കുറേ ദിവസമായിട്ട് അത് കാണാതിരിക്കുന്നു. കുറേ ദിവസങ്ങളല്ല, കുറേയേറെ മാസങ്ങളായിട്ട് അതൊന്നും കാണാനായിട്ട് സാധിക്കണില്ല. അപ്പോൾ അത് കാണാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കയ്യിലുള്ളൊരു വീഡിയോ നിങ്ങളെല്ലാവരെയും കാണിക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ശിവേലി ആണെങ്കിലും ദീപാരാധനയാണെങ്കിലും. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ശിവേലി ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ദീപാരാധന അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശിവേലിയൊക്കെ കണ്ടോളൂ. എല്ലാവരും നന്നായിട്ട് ഭഗവാനെ തൊഴുതോളൂ.
എല്ലാവരും ശീവേലിയൊക്കെ കണ്ടു തൊഴുതു എന്ന് വിചാരിക്കുന്നു. ഇത് പഴയൊരു വീഡിയോ ആണ് കേട്ടോ. എന്നാലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.